Hi friends, welcome to Cybertech channel. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടു കേരള വിഷന് സ്പീഡില്ല കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കേരള വിഷൻ്റെ ഇഷ്യൂ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നത്. IP സ്പെസിഫിക് ഇഷ്യൂ ആണ്. അതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് വിത്ത് പ്രൂഫാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഇന്നലെ രാത്രി ഞാൻ അതിന് വേണ്ടി റെക്കോർഡ് ചെയ്തു. ഉറക്കളച്ച് ഞാൻ റെക്കോർഡ് ചെയ്തത്. ഞാൻ രാത്രി ഒരു കുറച്ച് സമയം എടുത്ത് റെക്കോർഡ് ചെയ്തു ഞാൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ സ്പീഡും അവസാനം ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് ആ സ്പീഡ് കൂടിയേ എൻ്റെ കറക്റ്റ് എക്സാക്റ്റ് പ്ലാൻ സ്പീഡ് എനിക്ക് രാത്രി കിട്ടുകയും ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത്. അതിന് മുന്നേ ഇത് നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ സ്പീഡ് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ജസ്റ്റ് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ IP ആദ്യം നിങ്ങളത് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്ട്സ് മൈ IP എന്ന് സെർച്ച് കഴിഞ്ഞാൽ വാട്ട്സ് മൈ IP എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ISPയുടെ IP അഡ്രസ്സ് ലിസ്റ്റ് ചെയ്യാൻ കണ്ടില്ലേ, ഇതാണ് നിങ്ങളുടെ IP. ഈ IP ആണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്. അതിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ IP എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം വീഡിയോ. ഹായ് ഗൈസ്, നമ്മളപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള വിഷൻ്റെ രാത്രി കിട്ടുന്ന സ്പീഡാണ്. ഇതിപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കാണിക്കാം. എനിക്കിപ്പോൾ നൈറ്റ് ഒരു 6 മണിക്ക് ശേഷം എനിക്ക് കിട്ടുന്ന സ്പീഡാണ് ഇതാണ്. നമുക്കിത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് അടുത്തൊരു നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എനിക്ക് ഈ ഒരു 50 Mbps പ്ലാനിൽ കിട്ടുന്നത് വെറും 610 kbps ആണ്. അപ്പോൾ എന്തുമാത്രം സ്പീഡ് കുറവാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ 5 GHz വൈഫൈയിലാണ് എൻ്റെ ഐപാഡ് കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് TV കൂടെ നോക്കാം. ഇതെൻ്റെ ആൻഡ്രോയിഡ് TV ആണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ 5 GHz വൈഫൈ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. സ്പീഡ് ചെക്ക് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാം എൻ്റെ വൈഫൈ ഏതാണ്ട് ഇവിടെ തൊട്ടടുത്തിരിപ്പുണ്ട്. മോഡം ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഡുവൽ ബാൻഡിൻ്റെ കാണാൻ പറ്റും നിങ്ങൾക്ക്. വൈഫൈ ഇരിപ്പുണ്ട്, അതുപോലെ മോഡം ഇരിപ്പുണ്ട്. തൊട്ടടുത്തായിരിക്കുന്നത് TV എൻ്റെ ഇവിടെ തൊട്ട് അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹയസ്റ്റ് ഡൗൺലോഡ് സ്പീഡ് ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടുന്നത് 1.56 Mbps ആണ്, MBPS ആണ്. അപ്പോൾ അതുപോലെ അപ്ലോഡ് സ്പീഡ് കിട്ടുന്നത് അതുപോലെ 8.47 MBPS ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നോക്കണം, എന്താ കാണിക്കുന്നതെന്ന് നോക്കണം. ഞാൻ എൻ്റെ മോഡത്തിൻ്റെ പവർ ഓഫ് ചെയ്യാൻ പോകണം. എൻ്റെ മോഡത്തിൻ്റെ പവർ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാം. ഇതാണ് എൻ്റെ മോഡത്തിൻ്റെ പവർ. ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് മുന്നേ കിട്ടിയിരുന്ന IP എന്ന് പറയുന്നത് 43 229 89 66 നമുക്ക് മുന്നേ കിട്ടിയിരുന്ന IP. ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് മോഡം ഓഫ് ചെയ്തിട്ട് ഓൺ ആകുമ്പം ഏതൊരു IP ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ആ IP മാറുമ്പോൾ സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മോഡം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓണാക്കി. നമ്മുടെ 43 സീരീസിൽ IP മാറിയിട്ട് 103.148 എന്നുള്ള സീരീസിൽ IP ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്പീഡ് ചെക്ക് ഞാൻ ചെയ്ത് കാണിക്കാം. നേരത്തെ കണക്ട് ചെയ്ത അതേ വൈഫൈയിലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ നെറ്റ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇപ്പോഴത്തെ വൈഫൈ സ്പീഡ് എന്ന് പറയുന്നത് എനിക്ക് 50 Mbps പ്ലാനിൻ്റെ സ്പീഡ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലല്ലേ, അതൊരു IP ഇഷ്യൂ ആയിരുന്നു, IP സ്പെസിഫിക് ഇഷ്യൂ ആയിരുന്നു. അത് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പം IP ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം ISP എന്ന IP ഫിക്സ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ട്രബിൾ ഷൂട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പം അതിന് നിങ്ങൾ വലിയൊരു കാര്യങ്ങളും ചെയ്യേണ്ട. നിങ്ങളുടെ മോഡം 43 സീരീസിലുള്ള IP ആണെങ്കിൽ നിങ്ങളുടെ മോഡം ഓഫാക്കി 103.148 സീരീസിലുള്ള IP എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലേസിങ് സ്പീഡൊക്കെ കിട്ടും. അതുപോലെ നമുക്ക് നമ്മുടെ TVയിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം, സ്പീഡ് കിട്ടുന്നുണ്ടോ നോക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേരള വിഷൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മോഡം ഒന്ന് ഓഫ് ചെയ്യുക. നിങ്ങളുടെ പബ്ലിക് IP നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് വാട്ട്സ് മൈ IP എന്ന് സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ IP അഡ്രസ്സ് കാണാൻ പറ്റും. അപ്പോൾ അത് 43 സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പം സ്പീഡ് ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ തന്നെ നിങ്ങൾ ആ മോഡ് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 143.148 എന്നുള്ള സീരീസിലുള്ള IP നിങ്ങൾക്ക് കിട്ടും. 103.148.20 or 21 സീരീസിലുള്ള IP ആയിരിക്കും ഏറ്റവും നല്ല IP അതാണ്. അപ്പോൾ ആ IP എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹൈ സ്പീഡ് പെർഫോമൻസ് കിട്ടും. ഈവൻ രാത്രിയിൽ പോലും നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു 10 മണി കഴിഞ്ഞ ശേഷമാണിത്. അപ്പോൾ ആ സമയത്ത് പോലും നിങ്ങൾക്ക് നല്ല സ്പീഡ് കിട്ടും. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.